Hi dear students, today let us discuss Government of Union. The Constitution of India has adopted the British model parliamentary system of government. Executive is responsible to legislature for its day-to-day administrative and policy matters in this form of government. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഇന്ത്യയിലെ യൂണിയൻ ഗവൺമെൻറ്റിനെ കുറിച്ചാണ്. ബ്രിട്ടീഷ് പാർലമെൻ്ററി സിസ്റ്റമാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തെല്ലാം ഘടകങ്ങളാണ് ഒരു യൂണിയൻ ഗവൺമെൻറ്റിനുണ്ടാവുക, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സോ ലെറ്റ് us സ്റ്റാർട്ട് വിത്ത് ലെറ്റ് us ഫസ്റ്റ് ഡിസ്കസ് ദ യൂണിയൻ എക്സിക്യൂട്ടീവ്. യൂണിയൻ എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുന്നത് the President, the Vice President, the Council of Ministers, the Attorney General for India, and the Comptroller and Auditor General of India. ഇവർ ഓരോരുത്തരെയും പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ലെറ്റ് us today discuss the President of India. The President of India is the constitutional head. He or she is the first citizen of India. ഇന്ത്യയുടെ പ്രഥമ പൗരനാണ് പ്രസിഡന്റ്. The executive power has been vested in the president. He or she is the nominal or ceremonial head of the state. ഇന്ത്യയുടെ നാമമാത്രമായിട്ടുള്ള തലവനാണ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. The executive power is exercised by president only on the advice of Council of Ministers. പ്രസിഡന്റ് നിയമങ്ങൾ നടപ്പിൽ വരുത്തുന്നത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഉപദേശപ്രകാരം മാത്രമാണ്. ഇതുതന്നെയാണ് ഈ ഒരു യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകത. ലെറ്റ് us see the election of the president. Article 54 of the Indian Constitution discusses the election of president. It says that the president shall be elected by the members of an electoral college which consists of the elected members of the both houses of parliament and the legislative assemblies of the state and the two union territories, namely Delhi and Puducherry. പ്രസിഡന്റ് ഇലക്ഷൻ നടത്തപ്പെടുന്നത് ഒരു ഇലക്ട്രൽ കോളേജ് മുഖാന്തരമാണ്. എന്താണ് ഇലക്ട്രൽ കോളേജ്? ഇലക്ട്രൽ കോളേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഇലക്ടേഴ്സ്, അതായത് ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഇലക്ടേഴ്സ് which consist of elected members of both houses of parliament. നമുക്ക് രാജ്യസഭയും ലോക്സഭയും ഉണ്ട്. ഈ രണ്ട് സഭകളിലെയും മെമ്പേഴ്സാണ് പ്രധാനമായിട്ടും ആ ഒരു ഇലക്ട്രൽ കോളേജിൽ ഉണ്ടാവുക. കൂടാതെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്ന് എല്ലാ നിയമസഭകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പ്രതിനിധികളും, അതുകൂടാതെ യൂണിയൻ ടെറിട്ടറീസ് ആയിട്ടുള്ള പുതുച്ചേരി, ഡൽഹി തുടങ്ങിയവിടങ്ങളിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സും ഈ ഒരു ഇലക്ട്രൽ കോളേജിൽ ഉണ്ടാകും. ദ ഇലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ് ഇസ് ഹെൽഡ് ഇൻ അക്കോർഡൻസ് വിത്ത് എ സിസ്റ്റം ഓഫ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ, ആനുപാതിക പ്രാതിനിധ്യം എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡിലാണ് ഈ വോട്ടെടുപ്പ് നടക്കുന്നത്. കൈമാറ്റം ചെയ്യാവുന്ന ഏക വോട്ടുകളാണ് ഓരോരുത്തർക്കും ഉണ്ടാവുക. അതായത് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്. ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ തവണ ഓഫീസ് ഓഫ് ദ പ്രസിഡൻറ്റിന് വേണ്ടിയിട്ട് ഇലക്ഷന് നിൽക്കാവുന്നതാണ്. ദ ഓത്ത് ഓഫ് ദ പ്രസിഡൻറ്റ് ഈസ് അഡ്മിനിസ്റ്റേർഡ് ബൈ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആൻഡ് ഇൻ ഹിസ് ആബ്സെൻറ്റ് ബൈ ദ മോസ്റ്റ് സീനിയർ ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട് ക്യാൻ ഡു ഇറ്റ്. സത്യപ്രതിജ്ഞാവാചകം പ്രസിഡൻറ്റിന് ചൊല്ലിക്കൊടുക്കുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ്. ഓക്കെ, നൗ ലെറ്റ് us see the eligibilities of the president. ഒരു പ്രസിഡൻ്റ് ആവണമെങ്കിലുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 58 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സേസ് ദാറ്റ് ദ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് മസ്റ്റ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഓഫ് കോഴ്സ് ഹാവ് കംപ്ലീറ്റഡ് ദ ഏജ് ഓഫ് 35 years, 35 വയസ്സാണ് പൂർത്തിയായിരിക്കേണ്ടത്, ആൻഡ് ബി ക്വാളിഫൈഡ് ഫോർ ദ ഇലക്ഷൻ ആസ് എ മെമ്പർ ഓഫ് ലോക്സഭ and not hold any office of profit under the union or any state government or any local or other authority. ലോക്സഭയിലേക്ക് മത്സരിക്കാനുള്ള എല്ലാവിധ മാനദണ്ഡങ്ങളും ഉള്ള ഒരാളായിരിക്കണം
പ്രസിഡൻഷ്യൽ ഇലക്ഷന് നിൽക്കേണ്ട കാൻഡിഡേറ്റ്. അതുകൂടാതെ ശമ്പളം കിട്ടുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ലാഭം കിട്ടുന്ന ജോലികളിൽ ഏർപ്പെടുന്ന ഒരാളായിരിക്കരുത്. ഓക്കെ. നൗ ദ ടേം ഓഫ് ഓഫീസ്, അതായത് ഒരു പ്രസിഡൻറ്റിൻ്റെ കാലാവധി എത്രയാണ്? ആർട്ടിക്കിൾ 56 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സേസ് ദാറ്റ് പ്രസിഡൻറ്റ് ഷാൽ ഹോൾഡ് ഓഫീസ് ഫോർ എ ടേം ഓഫ് 5 years from the date he takes up his post, but he will continue to hold his office in spite of tendering his resignation until his successor takes up his office, and before his office get vacated an election should be held for the same. ഇദ്ദേഹം സ്ഥാനമൊഴിഞ്ഞ് പുതിയ ഒരാൾ വരുന്നത് വരെ ആ കാലാവധി മുഴുവനും അദ്ദേഹത്തിൻ്റെ ജോലികൾ തുടർന്നു പോകേണ്ടതാണ്. ഈ ഒരു സ്ഥാനത്തേക്ക് ഈ ഒരു സമയത്ത് മറ്റൊരു ഇലക്ഷനും നടത്തേണ്ടതാണ്. ഓക്കെ. Article 61 provides the manner in which he can be impeached on the violation of Constitution. കോൺസ്റ്റിറ്റ്യൂഷനെ ധിക്കരിച്ച് അല്ലെങ്കിൽ മറികടന്ന് എന്തെങ്കിലും ചെയ്യുന്ന പക്ഷം ആർട്ടിക്കിൾ 61 പ്രകാരം ഒരു പ്രസിഡൻറ്റിനെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രൊവിഷനും കൂടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉറപ്പുവരുത്തുന്നുണ്ട്. ദ വൈസ് പ്രസിഡൻറ്റ് ആക്ട്സ് ഹിസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ കേസ് ഹിസ് ഓഫീസ് falls vacant on the grounds of his death, resignation or impeachment or otherwise. ഏതർ ഇദ്ദേഹം മരണപ്പെടുകയോ റിസൈൻ ചെയ്യുകയോ ഇംപീച്ച്മെൻറ്റ് നേരിടുകയോ ചെയ്യുന്ന പക്ഷം വൈസ് പ്രസിഡൻ്റാണ് ഈ തൽസ്ഥാനം ക്യാരി ഓവർ ചെയ്യുന്നത്. ഓക്കെ. Such a vacancy should be filled by an election necessarily taking place within 6 months of his office falling vacant. 6 മാസത്തിനുള്ളിൽ ഈ ഒരു സ്ഥാനം നികത്തേണ്ടതാണ്. അതിന് വേണ്ടിയിട്ടൊരു ഇലക്ഷൻ നടത്തേണ്ടതുമാണ്. ഓക്കെ. നൗ we shall move on to the next topic, that is powers and functions of the president. There are different types of powers held by the president, and they are administrative power, legislative power, judicial power, military power, diplomatic power, emergency powers and financial powers. We will have to learn each of these powers in detail. That will be discussed in the next video. So we are winding up our class. Thank you for watching.